ഗൈസ്, സത്യം പറഞ്ഞാൽ ഇവിടെ ഈ വാറൊക്കെ നടന്ന് ഇങ്ങനെ പിന്നെ ഡ്രോൺസും പിന്നെ ഈ മിസൈൽസും ഒക്കെ വന്നിങ്ങനെ പോയിട്ട് എല്ലാവരും സീനടിച്ച് വിഷമിച്ചിരിക്കുന്ന സമയമാണ്. എൻ്റെ വീട്ടിലാണെങ്കിൽ ഫുള്ളങ്ങ് കോമഡിയാണ്. ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ സ്നേഹ കിച്ചണിൽ നിന്ന് ഭയങ്കര സംസാരം. അപ്പോൾ ഫോണിൽ കൂടെ ചോദിക്കുന്നു, എടാ മോദി എന്തോ പറഞ്ഞടാ. ഞാൻ വിചാരിച്ചു ഇനിയിപ്പം നരേന്ദ്രമോദിയുടെ പേഴ്സണൽ സ്റ്റാഫുള്ളോ സ്നേഹയുടെ ഫ്രണ്ട്സ് ഉണ്ടോ, എന്തോ എന്നൊരു പിടുത്തമില്ല. ഞാൻ ഓടിച്ചു നോക്കിയപ്പം അവിടെ സ്വന്തം ആങ്ങളയോട് അവനോടാണ് ചോദിക്കുന്നത്, മോദി സോഷ്യൽ മീഡിയയിൽ എന്ത് പറഞ്ഞു എന്ന് ഇവൾ അവനോട് ചോദിക്കുന്നതാണ്. ഓക്കെ, അത് പോട്ടെ. ഞാൻ വിചാരിച്ചു ഇങ്ങ് വിട്ട് കളയാം. അതൊക്കെ കഴിഞ്ഞ് ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പോയി. വണ്ടിക്കകത്തിരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര സൗണ്ട് കേട്ട് ബ്ലാസ്റ്റ് ആവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സ്നേഹ തലമണ്ടയിൽ പൊട്ടുന്നുണ്ട് സാധനം. എൻ്റെ അടുത്ത് വണ്ടി ചെയ്തിരിക്കുക, ഡ്രോണാണോ മിസൈലാണോ എന്ന് നോക്കാൻ. ഞാൻ നല്ല തെറി വിളിച്ചു. അത് വേറെ കേസ്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, നാഷണൽ ഹൈവേ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോട് പറയുന്നു അത് ഡ്രോണാണോ മിസൈലാണോ എന്ന് നോക്കാൻ. ഇതെല്ലാം സഹിക്കാമെന്ന് വെച്ചു. ഇവിടെ അമ്മയെ വിളിച്ചിട്ട് സ്നേഹ പറഞ്ഞു, അമ്മ ഡ്രോൺസും മിസൈലും ഒക്കെ ഇറാൻ ഇങ്ങോട്ട് വിടുന്നുണ്ട്, എല്ലാം പൊട്ടുവാ. അമ്മ എടുത്ത വായിലെ പറയുകയാണ്. അത് കേട്ടാൽ നിങ്ങളുടെ ചങ്ക് തകർന്നു പോകും. മോളെ പോലീസിൽ വിളിച്ച് പറയാൻ. സത്യമാണോ? മോളെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ. സത്യം പറഞ്ഞാൽ വിഷമിച്ചിരിക്കണോ? ഇമാതിരി സാധനങ്ങൾ കേൾക്കുമ്പോൾ ചിരിക്കണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറ.